പക്ഷേ ഈ പെൻഷനും അതുപോലെ തന്നെ ഈ അധികാര നിർമ്മാണത്തിനും ഒക്കെ മാത്രമാണ് ചർച്ചയാക്കാൻ പോകുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ള പോലുള്ള വിഷയങ്ങൾ ചർച്ചയാകില്ല. എല്ലാം ചർച്ചയാവും. അതിന് സംശയം എന്താ ഉള്ളത്? കേരളം ചർച്ച ചെയ്യാതെ ഒരു കാര്യമില്ല. സകലതും സർവമാനമായ എല്ലാ കാര്യവും കേരളം ചർച്ച ചെയ്യും. അതിലെന്താ ഞങ്ങൾക്ക് കുഴപ്പം? പിണറായി മന്ത്രിസഭയിലെ മന്ത്രിമാർ നോമിനേറ്റ് ചെയ്ത ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്നു വാസു ഇപ്പോൾ ജയിലിൽ പോകുന്നത്. PSC സെലക്ട് ചെയ്ത ഉദ്യോഗസ്ഥന്മാരോ? PSCയിലാണ്. പിന്നെ ആരാ? എത്ര കാലമായി PSC ആയിട്ട്? പഴക്കമുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് പിന്നെ പ്രശ്നമില്ല. അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഞാൻ അന്ന് തന്നെ പറഞ്ഞു, ഞങ്ങൾക്കിതിലൊന്നും മറച്ചു വെക്കാനില്ല. ഇവിടെ നടന്ന മുഴുവൻ കാര്യങ്ങളെ സംബന്ധിച്ച് ഹൈക്കോടതിയുടെ നിർദ്ദേശം അനുസരിച്ച് ഉന്നതാധികാര കമ്മിറ്റി അല്ലെങ്കിൽ ഉന്നതാധികാര ടീം, അല്ലേ, സ്പെഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ടീം അങ്ങനെയാണല്ലോ SIT വന്നത്. ആ SIT പരിശോധിച്ച് ആരൊക്കെയാണോ കുറ്റക്കാർ, ആ കുറ്റക്കാരെ മുഴുവൻ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം. ആരെയും സംരക്ഷിക്കുന്ന ഉത്തരവാദിത്വം ഗവൺമെൻറ്റോ പാർട്ടിയോ എടുക്കുന്നതല്ല എന്ന് ആ സംഭവം വന്ന ആദ്യത്തെ പത്രസമ്മേളനത്തിൽ ഞാൻ പറഞ്ഞാണ് ഈ തിരുവനന്തപുരത്ത് വെച്ചിട്ട്. അത് ആവർത്തിക്കുക തന്നെയാണ്. അതിലൊന്നും ഒരു വിട്ടുവീഴ്ച ചെയ്യേണ്ട ഒരു കാര്യമില്ല. ആരും എന്നുള്ള പ്രശ്നമില്ല. ആരായാലും ഞങ്ങൾക്ക് എന്ത് ബാധിക്കും? ഞങ്ങളെന്ത് ബാധിക്കും? നിങ്ങളെല്ലാം ആഗ്രഹിക്കുന്നുണ്ട്. നോമിനേറ്റ് ചെയ്തുകൊണ്ടൊന്നും പറയാനും പറ്റില്ല. ആയിക്കോട്ടെ, ആരായാലും പ്രശ്നമില്ലാന്ന് പറഞ്ഞില്ലേ? നിങ്ങളെന്തിനാ ഞങ്ങൾക്ക് ആരും താങ്ങേണ്ട ആരും? നമുക്കെന്താ ഉള്ളത്? കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു കാര്യം ഉറപ്പായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതാണ്. അത് അന്നും നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങളുണ്ടായതാണ് ആ പത്രസമ്മേളനത്തിൽ. ഞാൻ പറഞ്ഞത് ഇങ്ങനെയാണ്: ഒരാളെയും സംരക്ഷിക്കാനുള്ള ഒരു തരി സ്വർണം അയ്യപ്പൻ്റെത് ഒരാളും കക്കാനോ മാറ്റാനോ പാടില്ല. അത് കൃത്യമായിട്ട് ലഭിക്കത്തക്ക രീതിയിൽ ആവശ്യമായ അന്വേഷണം നടത്തി ആരാണ് എന്നുള്ളത് നോക്കേണ്ട കാര്യമില്ല. ആരായാലും അവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം. അതിന് വേണ്ടിയിട്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് നിലകൊള്ളുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റും അത് തന്നെയാണ്. അത് ഞാൻ ഉറപ്പിച്ച് അന്നേ പറഞ്ഞതാണ്. അതിൽ പിന്നെ വേറെ വിശദീകരണത്തിലേക്ക് പോകേണ്ട യാതൊരു കാര്യമില്ല. ആരായാലും പ്രശ്നമില്ല. ആരെയും സംരക്ഷിക്കില്ല. ഒരാൾക്ക് വേണ്ടിയിട്ടും ഒരര വർത്താനം പറയില്ല. രാജിവെക്കണം. അത് മുഖ്യമന്ത്രി രാജിവെക്കണം എന്ന് പറഞ്ഞാണ് കൊല്ലത്രയും. അത് എപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയല്ലേ? ഒരു ദിവസം മാത്രമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. മാർച്ചിലാണ്ടായില്ലേ ഇങ്ങനെ നടത്തിയിട്ട്? അത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇതുവരെ എത്ര മാർച്ച് നിങ്ങൾ നടത്തി? മുഖ്യമന്ത്രി രാജിവെക്കണം എന്ന് പറഞ്ഞിട്ട് എത്ര മാർച്ച് നടത്തി? ഏതെങ്കിലും ഒരു കാലത്ത് ഏതെങ്കിലും ഒരു സംഭവം ഉണ്ടാകും ഉടനെ മുഖ്യമന്ത്രി രാജിവെക്കണം എന്നല്ലേ? ഇത് ആർക്കായി ഇപ്പോൾ അത് ഗൗരവമുള്ളത്? നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടാവും ചില ആൾക്ക്. ഞങ്ങൾക്കാർക്കും ഒരു ഗൗരവമില്ല, ജനങ്ങൾക്കുമില്ല. ഒരു സുവർണാവസരമല്ല ഇത്. BJPയുടെ ചരിത്രത്തിൽ ഏറ്റവും പിന്നോട്ട് പോകുന്ന ഒരു കാലമായിരിക്കും ഇത്. ഇപ്പോൾ UDF നേതാവ് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളെ സംരക്ഷിക്കാൻ പോകുന്നത് ജനങ്ങളല്ല. ആരാ? ഞാൻ പറയുന്നില്ല ആരാന്ന്. ഇന്നത്തെ പത്രത്തിലുണ്ട്. KC വേണുഗോപാലും പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളെ സംരക്ഷിക്കാൻ പോകുന്നത് ഇന്നയാളാണ്. ആരാ? EMS ആരെ സംരക്ഷിക്കുന്നതാണ് UDFൻ്റെ കൺവീനർ പറഞ്ഞത്, KC വേണുഗോപാലൻ പറഞ്ഞത്. ഇന്നത്തെ നിങ്ങൾ തന്നെ പത്രം രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. രാജീവ് ചന്ദ്രശേഖരന് അത് മൂടി വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരാളെ കൊണ്ടുവരാനാണ് ഉദ്ദേശം. അത് മനസ്സിലായില്ലേ? ഹൈക്കോടതിയുടെ കീഴിലുള്ള SITയെ തള്ളി പറയുന്നതിൻ്റെ കാരണം അവർക്ക് സംരക്ഷിക്കേണ്ടവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇതിനെ കൊണ്ടാവില്ല എന്നുള്ളതുകൊണ്ടാണ്. അതാ കാര്യം. ഇവരിലെല്ലാം എല്ലാവരുമായിട്ടും ബന്ധമുള്ളവരല്ലേ ഈ കള്ളന്മാരായിട്ടുള്ള ഇപ്പോൾ പുറത്തു വന്ന ഓരോരുത്തരും ഉദ്യോഗസ്ഥന്മാരെല്ലാം. ആരെപ്പറ്റി ഞങ്ങളുടെ അഭിപ്രായം കൃത്യമായിട്ട് പറഞ്ഞിട്ട് വന്നിട്ടുണ്ടല്ലോ ഓരോരാളും. ഈ സംഘടനയായിരുന്നു, ഈ സംഘടനാ നേതാവായിരുന്നു. അത് നിങ്ങളാരും പറയുന്നില്ല മാത്രമല്ലോ. നിങ്ങൾക്ക് താല്പര്യമുണ്ട്, അതുകൊണ്ടാണ് നിങ്ങൾ പറയാതിരിക്കുന്നത്. ഇല്ലെങ്കിൽ പറയല്ലോ. അറസ്റ്റ് ചെയ്ത ഉദ്യോഗസ്ഥന്മാർ ഉൾപ്പെടെയുള്ളവരെ പറ്റി നിങ്ങൾ ആരും മിണ്ടുന്നില്ലല്ലോ. ആരാണെന്നൊന്നും അവരെ സ്റ്റേറ്റ്മെൻറ്റ് വല്ല പറയാനല്ലേ നിങ്ങൾക്ക് താല്പര്യമുള്ളൂ. ഞങ്ങൾക്കതിൽ യാതൊരു കുഴപ്പമില്ല. ആരാണെന്നുള്ളത് പകൽ വെളിച്ചം പോലെ എല്ലാവർക്കും അറിയാം. തദ്ദേശം വെച്ചിട്ട് വെറുതെ ആവശ്യമില്ല ചർച്ച ചെയ്യണ്ട. പോരെ, ഇത്രയും പോരെ. തദ്ദേശ സ്വയംഭരണത്തെ പറ്റി പറഞ്ഞു. ഞാൻ പറഞ്ഞ ഒരുപാട് കാര്യമുണ്ട്. നിങ്ങൾക്ക് എന്താ ഒന്നും പ്രതികരിക്കാൻ പറ്റാത്തത്?
അതന്നെ ഇനിയും പറയുന്നു. അല്ല, രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന ഈ കേരളത്തിലെ പ്രസിഡന്റ്, അതിൻ്റെ പ്രസിഡൻ്റായിട്ട് വന്ന ആളെപ്പറ്റി കർണാടകത്തിലെ ഏറ്റവും വലിയൊരു കേസും വമ്പിച്ചേരിയുടെ അഴിമതിയും അവിടെ ഉന്നയിക്കപ്പെട്ട പ്രശ്നമില്ലേ, പശ്ചാത്തലത്തിലല്ലേ ഉള്ളത്? ഇതുപോലെ ഏതെങ്കിലും പാർട്ടി നേതാവിനെതിരായിട്ട് വന്നിട്ടുണ്ട് ഇതുവരെ കേരളത്തിലെ ചരിത്രത്തിൽ? കേരളത്തിലെ പാർട്ടി നേതൃത്വം എന്ന് പറയുന്നത് കോൺഗ്രസ് ആയാലും CPM ആയാലും BJP ആയാലും എല്ലാം രാഷ്ട്രീയ പ്രവർത്തനത്തിലൂടെ വന്ന രാഷ്ട്രീയ നേതാക്കന്മാരാണ്. എന്നാൽ കോർപ്പറേറ്റ് അടിസ്ഥാനപ്പെടുത്തിയിട്ട് വന്ന ഒറ്റ നേതാവേ ഉള്ളൂ കേരളത്തിൽ, അത് രാജീവ് ചന്ദ്രശേഖരനാണ്. അദ്ദേഹത്തെ പറ്റിയാണ് ഇപ്പോൾ 500 കോടി രൂപയുടെ അഴിമതി ആരോപണം കോടതി കിടക്കുന്നത്. മാത്രമല്ല അയാളെ സഹായിച്ചു എന്ന് പറയുന്ന മന്ത്രിയായ അന്നത്തെ BJP നേതാവ് ജയിലിൽ കിടക്കുകയാണ്. അപ്പോൾ അവരുടെ മൂല്യത്തിൽ വമ്പിച്ച രീതിയിൽ ഇടിവാണ് സംഭവിച്ചിട്ടുള്ളത്. പണം കൊണ്ട് മാത്രം കേരളത്തിലെ ജനങ്ങളെ വാങ്ങാനാകുമെന്ന് രാജീവ് ചന്ദ്രശേഖരനെ പോലെ വേറെ ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ?